എന്റെ അമ്മേ. അതാ ശ്വേത, നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അതാ എന്റെ പൂജ. ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അനിയനല്ലെങ്കിലും ഞാൻ നിനക്ക് ഒരെണ്ണം തന്നു. നമ്മുടെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. നോക്കടാ, അവന്മാര് വായും കീറി കറങ്ങുന്ന കണ്ട മല്ല് കണ്ട ഇന്നിവിടെ തീ പാറും. श्वेता, भैया, बस बस, ഇവനാരടാ? ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ? ഇങ്ങനെ പോയാ മിക്കവാറും ഇവന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. നീ ആ പെൺകുട്ടികളെ കണ്ടില്ലേ? അവനും അവരും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെയല്ലേ ഇരിക്കുന്നത്? അവന്റെ അതേ കണ്ണുകൾ, അവന്റെ അതേ മൂക്കുകൾ. വേറൊന്നും അവനെ പോലെ ആകാതിരുന്നാ മതിയായിരുന്നു. സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അധികം നീ ഉദ്ദേശിക്കണ്ട. അതല്ലടാ, ഇവൻ ഇവിടെ വെറുതെ നിന്ന് ജീവിതം പാഴാക്കണ്ടെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ കുടിക്കോ, ഞാൻ പഞ്ചറൊട്ടിക്കാൻ പഠിപ്പിക്കാം. ഒട്ടിക്കാനല്ല, പിന്നെ ഒട്ടാൻ. ഒട്ടാനാ? നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിപ്പിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. ഒട്ടുക, അവളുമായിട്ട്, ആ പൂജയുമായിട്ട്. എന്തിന്? ഒട്ടുപാല് ചവിട്ടി വലിക്കുന്ന പോലെ മല്ലു ഇവനെ ചവിട്ടി വലിക്കുന്നത് കാണാനോ? അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചൊറിച്ചില്ല. എടാ, അവളെ, ആ പൂജയെ നീ വളയ്ക്കണം. എന്നിട്ട് അവളുടെ മനസ്സിന്റെ താക്കോല് നീ നിന്റെ കൈവെള്ളയിൽ വാങ്ങണം. എന്തിന്? നീ പറയുന്ന പോലെ മല്ലുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അവളിലൂടെ നീ അതങ്ങ് തുറന്നെടുക്കണം. അതെങ്ങനെ? 24 മണിക്കൂറും തലയിൽ പന്തവും ചുറ്റി കൂടെ നടക്കുകയല്ലേ ആങ്ങളെന്നും പറഞ്ഞു. മോനെ, അനിമോനെ, അതിന് മാർഗമുണ്ട്. അടുത്ത ആഴ്ച ഇവിടെ ബൈസാക്കി ഉത്സവം തുടങ്ങും. അന്ന് ഈ മല്ലു സ്ട്രീറ്റിന് ഉറക്കമില്ല. രാപകലില്ലാതെ എല്ലാവരും മതി പറന്ന് ആഘോഷിക്കുന്ന സമയം. നിനക്കറിയോ, അങ്ങനെ ഒരു ഉത്സവത്തിനാ ഞാൻ എന്റെ ശ്വേതയെ വളച്ചത്. നീയും എന്നെ പോലൊരു മിടുക്കനാ. നിനക്ക് അതിന് സാധിക്കും. എന്താടാ എന്നെ എത്ര നന്നായി. അടുത്ത് എരുമയെ വളയ്ക്കാനുള്ള പരിപാടിയാണല്ലേ? ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു മല്ലുവിന്റെ പെങ്ങന്മാര്, എന്റെയും പെങ്ങന്മാര്. അവരെ ആരെങ്കിലും നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ട പന്നി. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയടാ. അതുകൊണ്ട് അയ്യടാ, ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല്. ഞങ്ങള് പറഞ്ഞ കാര്യത്തിന് നടപടി ഉണ്ടോന്ന് പറ. നിനക്ക് ഇവനെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറയണം. ഇവനെയാ? ഇവനെ ഞാൻ എന്ത് വിശ്വസിച്ച് അവിടെ കേറ്റും? നീ ഇതുമല്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്റെ പെങ്ങന്മാരില്ലടാ. ഇവനെ ഞാൻ ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവന്റെ കാര്യം ഇപ്പൊ തന്നെ ഞാൻ മല്ലുവിനോട് പറയും. പറയരുത്, പിടിക്കരുത്. എങ്ങനെയെങ്കിലും ഞാൻ ഈ തന്റെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാം. അങ്ങനെ വഴിക്ക് വാടാ. ഇവൻ പറഞ്ഞ പോലെ അവൻ ഹരിയാണെന്ന് അറിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ആ മലയാളി മോനെ കുഴിച്ചീർത്തി ഇടിക്കുകയും ചെയ്യാം, അവളുമാരെ ഈസി ആയിട്ട് കെട്ടുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രോബ്ലം നീ എന്ത് പണി ചെയ്യും? എന്ത് പണിയും ചെയ്യും. ഇവിടെ ഇപ്പൊ പണിന്ന് പറഞ്ഞാൽ കന്നുകാലികളെ നോക്കാനാ ആളെ വേണ്ടത്. ഇവറ്റയൊക്കെ പുല്ല് കൊടുക്കാനും മറ്റും. ഹൈ, നാൽക്കാലികൾ എന്റെ ജീവനാണമ്മേ, എന്റെ സ്വന്തം കൂടപ്പറപ്പുകൾ. അവരുടെ കാര്യങ്ങൾ നോക്കി കഴിയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യമുണ്ടോ? ഇവന്റെ അച്ഛൻ ഭയങ്കര കറവക്കാരനല്ലേ? ഇവനും ഇവരുടെ നാട്ടിലെ പേര് കേട്ട കറവ കുടുംബമല്ലേ? എന്നാലും ഹരീന്ദ്രനോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ? ദേ, പപ്പനറിയാം ഇവിടെ ഈ പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട്
ആണുങ്ങളെ ജോലിക്ക് വെക്കാൻ അവന് ഇഷ്ടമല്ല. എല്ലാവരെയും പപ്പനെ പോലെ വിശ്വസിക്കാൻ പറ്റുമെന്നാ അവൻ ചോദിക്കുന്നത്. ഈ പപ്പനെ പോലെ തന്നെ അമ്മയ്ക്ക് എന്നെയും വിശ്വസിക്കാം. അമ്മ പറഞ്ഞ ഹരീന്ദ്ര സമ്മതിക്കും. എന്റെ അകന്നൊരു ബന്ധുവാ, ഒളിച്ചു പോയ അമ്മായിയുടെ മോൻ. ആ നോക്കട്ടെ. നീങ്ങി വന്നേ പറയട്ടെ. എടാ അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നടന്നു തന്നെയാണോ? പക്ഷെ എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടുത്തെ പെമ്പിള്ളാരെ കണ്ടാൽ അറിയാതെ പോലും നീ ഒന്ന് നോക്കിപ്പോരുത്. ഇനി അഥവാ അവരെന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ കമാന്നൊരു അക്ഷരം മിണ്ടരുത്. ജപ 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 പൊട്ടനെ പോലെ അങ്ങ് നിന്നേക്കണം. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനെ പോലെ. അതാരാ? എന്റെ അമ്മായിയുടെ മോന. ഓ അങ്ങനെ. പക്ഷെ മറ്റേ പാട്ട് പാടാലോ. ഹൈ, സോനാരേ സോനാരേ സൊന്നിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തിൻ്റെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനെന്താ ഭ്രാന്തായ? ഈ ചാണകം ചവിട്ടി തോന്നുന്നു. അത് ചവിട്ടിക്കോ, മല്ലു ചവിട്ടാൻ നോക്കിയാ മതി. ഇത് കണ്ട, ഇത് മുഴുവൻ ഗോതമ്പോടാ. നീ പണിയെടുത്ത് മരിക്കും പോലെ പറന്നു നിന്നോണം. എന്താ എന്റെ മാഷെ, നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണം. എല്ലാം പഠിച്ച് പാസ്സായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് നോക്കിയേ, ഞാൻ ഈ കോണമേ ഇങ്ങനെ ബുദ്ധിപൂർവ്വം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് സർക്കസ് പോയിട്ടാ അല്ല. അതാ പറഞ്ഞേ, എന്നെ പോലെ സാഹസികമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടി നോക്കൂ, ദാ നോക്കൂ. ഇതിങ്ങനെ പതുക്കെ ഇതിനകത്തോട്ട് ഇടാൻ നേരത്തെ നമ്മുടെ നീ എന്താടാ പറന്നു നടന്നാണോ ജോലി ചെയ്യുന്നത്? ഈ പപ്പൻ പറഞ്ഞായിരുന്നേ ജോലി ചെയ്യുമ്പോ പറന്ന് നിക്കണോന്ന്. അതാ പശുവിനെ നോക്കാൻ വന്നവൻ ആ ജോലി മാത്രം ചെയ്താ മതി. അന്ന് കേറിയില്ല, അതിനുമുമ്പ് കിടപ്പുമുറി വരെ എത്തിയല്ലോടാ. അയ്യോ, ഇത് ഈ കുട്ടിയുടെ കിടപ്പുറിയാ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആണോ? കേറി പോടിയാത്ത്. ബേട്ടാ, ഇവിടെന്താ ചക്ക വീണ പോലെ ഒരു ശബ്ദം കേട്ടത്? അയ്യോ ചക്കയല്ല, ഞാനാ വീണത്. ഈ ബൾബ് മാറ്റിയിടാൻ വേണ്ടി വീണതാ. ആഹാ, എന്നിട്ട് ബൾബ് മാറ്റിയോ? ഇല്ല, അത് ഈ വീണപ്പോ പറന്നുപോയി. അതാ. പറന്നു പോവേ? മനസ്സിലായില്ലേ? അമ്മയെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെയൊക്കെ പിടിച്ച് പണിക്ക് വെച്ചാ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ വേണമെങ്കിൽ തിന്നാ മതി. മല്ലു പറഞ്ഞ കേട്ടില്ലേ, നിന്റെയൊക്കെ കാര്യം മാത്രം നോക്കിയാ മതിയെന്ന്. എന്റെ പട്ടി നോക്കും. എരുമയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത് കേട്ടാ. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? മര്യാദക്ക് തിന്നാനാ പറഞ്ഞു. ഒരുമാതിരി എന്റെ ക്ഷേമ പരീക്ഷിക്കരുത്. ഇപ്പൊ ശരിയാക്കി തരാം. തിന്നണ്ട, ഞാൻ നിനക്ക് ഉരുട്ടി ഉരുട്ടി വായിലോട്ട് വെച്ച് തരാം. എടാ നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ. എന്ത് ചെയ്യാം, ഞാൻ മല്ലുവിന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നേ? ഒന്നും ആലോചിക്കണ്ട, ഒന്നും ആലോചിക്കണ്ട. പെട്ടെന്നില്ല, വണ്ടി ഇവിടെ കിടക്കല്ലേ. അതവിടെ ഇട്ട് പുല്ലുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ചെല്ല്, ചെല്ലടാ. എന്താ, എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാം. അതൊക്കെ പറവണ്ണേ. ഒറ്റയ്ക്കല്ല, നിന്നെ കൂട്ടി. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭൈ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ. അയ്യോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതില് ചാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയമാ.